വാക്യം നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 14 വാക്യം. യോബിന്റെ പുസ്തകം 31 അധ്യായം അതിന്റെ 14 വാക്യം. ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും? ഇങ്ങോട്ട് നോക്കിക്കേ, പുസ്തകത്തിൽ തന്നെ നോക്കി എല്ലാവരും. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിന്ന് പറയണം, ദൈവം എഴുന്നേൽക്കുമ്പോൾ. എല്ലാവരും പറയണം, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യും? എന്തോ ചെയ്യും? എന്തോ ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ അവനോട് എന്ത് ഉത്തരം പറയും? പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് സ്വോത്രകാഴ്ചയില്ല, പക്ഷേ യോഗം കഴിയുമ്പോൾ സ്വോത്രകാഴ്ച ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ബ്രേക്ക് ഇടയ്ക്ക് വരാതിരിക്കാനാണ് ഇടയ്ക്കില്ലാത്ത. അതുകൊണ്ട് ലാക്കായി പോയെന്നും പറഞ്ഞിടാതെ പോകല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം ഒരുപാട് ഭാരിച്ച ചെലവുകളുണ്ട്. ഓരോ കോടികൾ എണ്ണി തീർക്കാനും വയ്യാതെ അവരിങ്ങനെ മിഷ്യൻ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക പല മലകളിലും. എടുത്തില്ല. അതുകൊണ്ട് എല്ലാവരും യോഗം കഴിയുമ്പോൾ ഉപദേശം എന്നുകൊണ്ട് 58,000 രൂപ ചിലവായി, 32,000 കിട്ടിയുള്ളൂ, ബാക്കി 18,000 കടമാണെന്ന് പറഞ്ഞ് കരയാനിടയാകല്ല. ഒരലിയ പറഞ്ഞേ, ആ വിഷയം വിട്ടേക്ക്. ഭക്തന്റെ ചോദ്യം, ദൈവം എഴുന്നേൽക്കും, എന്നിട്ട് ഞാൻ അവനോട് എന്ത് ഉത്തരമാണ് പറയേണ്ടത്? അവൻ്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നമ്മളെല്ലാം ആർക്കറിയാം? ദൈവത്തിനറിയാം. ഇയ്യോബിൻ്റെ അടുക്കൽ ഈ പിശാച് വന്നിട്ട് തിരിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇയ്യോബിനോട് ദൈവം പറഞ്ഞു, എടാ മോനെ, ഇവൻ അങ്ങ് നിരന്തരമായിട്ട് ശല്യ, അതുകൊണ്ട് ഞാൻ നിൻ്റെ വേലി പൊളിക്കാനൊന്ന് അനുവദിക്കുക, നീ വിഷമിക്കൊന്നും ചെയ്യല്ലേ എന്ന് വല്ലതും ദൈവം പറഞ്ഞോ? ഇല്ല. പ്രാർത്ഥനാ സമയത്തെങ്കിലും ഇതൊരു ദൈവിക ഇടപെടലാണെന്ന് ദൈവം ഇയ്യോബിന് വെളിപ്പെടുത്തിയോ? ഇല്ല. പിശാച് ഓരോ ഡിമാൻഡ് കൊണ്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമല്ലായിരുന്നു. വേലി പൊളിക്കണം, പൊളിച്ചു. പിള്ളേരെ വേണം, തട്ടിക്കോ. ആടും ഒട്ടകവും കഴുതയും എടുത്തു. ശരീരം വേണം, എടുത്തു. പ്രാണനെ മാത്രം അതൊഴിച്ച് ബാക്കിയെല്ലാം കൊടുത്തു. ഇതെല്ലാം കൊടുത്തപ്പോൾ ഇയ്യോബേ, ഞാൻ ഇവനുമായിട്ടൊരു ബെറ്റ് വെച്ചേക്കുക, ഒരു ചലഞ്ചാണ് എന്ന് ദൈവം പറഞ്ഞോ? ഇല്ല. പക്ഷെ പത്രോസിൻ്റെ കാര്യം ഇതേ പിശാച് വന്നു. ഇയ്യോബിൻ്റെ കാര്യം പറഞ്ഞ സെയിം പിശാച് പത്രോസിൻ്റെ കാര്യം പറയാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഏൽപ്പിച്ചേരത്തില്ല. അവൻ ഇയ്യോബല്ല, അവൻ തിരുവനന്തപുരംകാരനാ. അങ്ങനെ മിണ്ടുന്നില്ല. ക്ഷമിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാത്ത നമ്മളെ അറിയാമെന്ന്. എന്നിട്ട് അവനോട് പറഞ്ഞടാ കുഞ്ഞെ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ എൻ്റെ അടുക്കൽ പല പ്രാവശ്യം ഇവൻ അനുവാദം കൊണ്ടുവന്ന, ഞാൻ ആ ആപ്ലിക്കേഷനിൽ ഒപ്പിടാഞ്ഞുകൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കുന്നേ. സ്തോത്രം പറയണം. അയ്യോ, നിന്റെ വിശ്വാസം പോയിപ്പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇയ്യോബിന്റെ വിശ്വാസം പോകത്തില്ലെന്ന് ആർക്കറിയാം? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഗോതമ്പ് പോലെ പാറ്റാൻ ഇയ്യോബിനെ ഏൽപ്പിച്ചാലും ഇയ്യോബിന്റെ വിശ്വാസം പോകത്തില്ലെന്ന് ആർക്കറിയാം? ഇന്ന് രാത്രി നമ്മളെ ദൈവത്തിന് അറിയാമോ? ഈ ശോധനയുടെ നടുവിൽ, ഈ പ്രതികൂലത്തിന് നടുവിൽ എൻ്റെ പൈതൽ തകരത്തില്ലെന്ന് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു വെളിപ്പാടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുള്ള സാധനമല്ലേ വരുന്നേ?
ഇന്ന് രാത്രി നമ്മുടെ മൈൻഡ് മൊത്തം മാറണം. നിന്റെ പെർമിഷൻ മേടിച്ചല്ല നിന്നെ ഒരു പക്ഷെ അമ്മാനമാണ് ഇട്ടുകൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവൻ പറയുകയാണ്, നീ എന്നെ ഇങ്ങനെ ഇവന്റെ കയ്യിൽ അങ്ങോട്ട് പാറ്റാൻ ഇട്ടുകൊടുത്താൽ ഞാൻ പൊന്നുപോലെ വെളി വരും. സ്തോത്രം പറയണം. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ ശോധനയ്ക്കായി ഏൽപ്പിച്ചാൽ ഞാനൊരു പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നല്ല നമുക്ക് എല്ലാ വാക്കുകളും ധ്യാനിക്കാനുള്ള സമയമൊന്നുമില്ല. സന്ദർശനം എന്നുള്ള ഒറ്റ വാക്ക്, അവൻ സന്ദർശിക്കുമ്പോൾ സന്ദർശിക്കുക. നിങ്ങളൊരു വാക്യം കൂടെ വായിച്ചേ, നല്ല ശബ്ദമാണ് വായിച്ച ദേവദാസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്. ലൂക്കോസ് 19. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും നിന്നെ ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. എന്തുകൊണ്ട്? സന്ദർശനകാലം അറിയാഞ്ഞതുകൊണ്ട്. ഇനി വായിച്ചുകൊണ്ടിരിക്കല്ലേ, എൻ്റെ കൂടെ ഒന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തുകാരായ നമുക്ക് ഒരു ചെറിയ കുഴപ്പം പറ്റിയത്, തെറ്റിദ്ധരിക്കപ്പെടല്ലേ, എന്നോ വന്നാലും പോരാട്ടമാണ് നമ്മുടെ ധാരണ, ബന്ധനമാണ് നമ്മുടെ അറിവ്, കെട്ടാണ് നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് വരുന്നതിനെല്ലാം നമ്മൾ ആട്ടി തുപ്പി വിടുക. പലതും ബന്ധനമല്ലായിരുന്നു, സന്ദർശനമായിരുന്നു, നീ അറിഞ്ഞില്ല. പലതും സന്ദർശനമായിരുന്നു, നീ അത് പോരാട്ടമാണെന്ന് പറഞ്ഞ് ആട്ടി വിട്ടു. എൻ്റെ ദൈവദാസ പ്രാർത്ഥിക്കണം, ഭയങ്കര പോരാട്ടമാണ് എന്നപ്പോൾ നീ അതിനെ ശാസിച്ചു വിടല്ലേ, അത് സന്ദർശനമായിരുന്നു നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ കാതിലിരിക്കുന്ന മുഴുവൻ എന്തുവാ? ആ പ്രവാചകനും ഈ പ്രവാചകനും ആ ദൈവദാസനും ഈ ദിവസം എല്ലാം പറഞ്ഞത് കെട്ടാണ്, 4-ാം വേദക്കാരൻ്റെ കെട്ടാണ്, ഇടത്തോടുള്ള കെട്ടാണ്, പടിഞ്ഞാറോടുള്ള കെട്ടാണ്, മുളക്കിടയ്ക്കൂടുള്ള കെട്ടാണെന്നെല്ലാം പറഞ്ഞ് കെട്ടി ഒരു പരുവത്തിൽ നമ്മളെ പരുവത്തിലാക്കി വെച്ചേക്കുക. ഇപ്പം നമ്മുടെ കയ്യടിയും കെട്ടി, നമ്മുടെ സ്വതവും കെട്ടി, എല്ലാം കെട്ടി വെച്ചേക്കുക. ക്ഷമിക്കണേ, പറഞ്ഞ് നമ്മളെ ഒരു പരുവത്തിൽ കെട്ടി വെച്ചേക്കുക. എൻ്റെ കുഞ്ഞെ, എല്ലാം കെട്ടല്ലായിരുന്നെന്ന്. ചിലതൊക്കെ നിന്റെ ദൈവത്തിൻ്റെ പറഞ്ഞെല്ലാവരും സന്ദർശനമായിരുന്നു. വലിയ ആഘോഷം നടക്കുക. എൻ്റെ കൂടെ ആണോ എല്ലാവരും? വലിയ ആഘോഷം. അവരുടെ ഭാവി പ്രത്യാശയും ഭാവി പ്രതീക്ഷയുമായ യേശു രാജാവായി വരുന്ന കാഴ്ച അവർ കാണുക. കഴുതക്കുട്ടി പുറത്ത് കയറി. ഞങ്ങൾക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 വട്ടം മിച്ചമെടുത്ത ആള് രാജാവായിട്ട് വരുന്നു. ഇന്ന് കൊല്ലത്ത് പാലം പണിത് താഴെ വീണു. അങ്ങനത്തെ മന്ത്രിയല്ല, അത്ഭുത മന്ത്രി. പാലമില്ലാതെ കടൽ 2ആക്കി അക്കരെ കയറുന്ന പുള്ളി ദേ വരുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ കുഴൽക്കിണർ കുഴിച്ചിട്ടും ജപ്പാൻ പൈപ്പ് കൊണ്ടുവരും, നമുക്ക് വെള്ളമില്ല. തിരുവനന്തപുരംകാർ വെള്ളം കിട്ടാതെ വിഷമിക്കുക. പക്ഷെ പാറയെന്ന് വെള്ളം കൊടുത്ത് ജനത്തിന് പുറകെ നദി ഒഴുകി ചെല്ലുക. കഴുതപ്പുറത്ത് പറഞ്ഞ് കയറി വരുന്നു അത്ഭുത മന്ത്രി. ജനമെല്ലാം പറഞ്ഞ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഓശാന പാടുക. എല്ലാവരും ഉടുപ്പൂരി കരുതക്കൂട്ട പുറത്തിരുന്ന് മിച്ചമുള്ള ഉടുപ്പൂരി വഴിയിലിടുന്നു. ഒരുത്തൻ കയറി കുരുത്തോല ഒടിക്കുന്നു, ഒരുത്തൻ കയറി ഈന്തപ്പനെ കയറുന്നു, ഒരുത്തൻ കയറി ഒലിവകം പൊടിക്കുന്നു. ഭയങ്കര ജാഥ നടക്കുക. 12 ഗോത്രങ്ങളിൽ ലക്ഷങ്ങൾ വരിക. ഈ സ്തോത്രം വിളിയും ഈ ഓശാന പാടും ആ മതപുരോഹിതന്മാരുടെ അരമനയ്ക്കകത്ത് കേട്ടു. എല്ലാവരും ഇവിടെയാണോ?
സെക്രട്ടേറിയറ്റ് കേട്ടെന്ന്. മഹാപുരോഹിതന്മാരുടെ കസാറ ഇളകി. അവർ പറഞ്ഞു, ദയവ് ചെയ്ത് ഇവന്മാരോട് മിണ്ടാതിരിക്കാൻ പറ. നമ്മളോടാണെ പറയാമോ? നമ്മൾ മിണ്ടാതിരിക്കുകയാണല്ലോ. ഹലോ, നമ്മൾ മിണ്ടാതിരിക്കുകയാണല്ലോ. അരമനക്കകത്തിരുന്നവന്മാരെ പറഞ്ഞു, ദയവ് ചെയ്ത് ഇവന്മാരോട് മിണ്ടാതിരിക്കാൻ പറ. നീ കരുത കൂട്ടിപ്പുറത്ത് പോകുവോ വരുവോ, പക്ഷെ ഇവന്മാരൊന്ന് മിണ്ടാതിരിക്കാൻ പറ. യേശു പറഞ്ഞ അവന്മാര് മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും. ഈ രാത്രി ആരാധിക്കേണ്ടവൻ ആരാധിക്കാതിരുന്നാൽ, സ്തുതിക്കേണ്ടവൻ സ്തുതിക്കാതിരുന്നാൽ ദൈവത്തിന്റെ മഹത്വം കുറയുമെന്ന് ആരും വിചാരിക്കരുത്. ഓ രാമനാദരാദരാദരാദരാകമന ഹല്ലേലൂയ. ജീസസ് ജീസസ് ജീസസ്. അപ്പൊ എല്ലാരും കഴുതക്കുട്ടിയെ കാണുന്നു, യേശുവിനെ കാണുന്നു, ഓശാന പാടുന്നു, കുരുത്തോല കൊണ്ട്, ഒരു വിലക്കമ്പ് കൊണ്ട് ഭയങ്കര ആഘോഷം നടക്കുന്നു, അരമന വരെ ഞെട്ടി. പക്ഷെ യേശു മാത്രം കരയവ. ബാക്കി എല്ലാവരും ഓശാന പാടുമ്പോൾ ഒരാൾ കരയവ. എൻ്റെ കൂടെ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഉറങ്ങല്ലേ. ഒരാൾ കരയവ. എല്ലാവരും ഇത് കാണുക, കഴുതക്കുട്ടിയെയും ഉടുപ്പൂരിടുന്നതും ഒരു വിലക്കമ്പൊക്കെ കാണുക. പക്ഷെ യേശു അത് കണ്ടു. ഇവരെല്ലാം ഇത് കണ്ടു, യേശു അത് കണ്ടു. ഏത് കണ്ടു? ഇനി ഒരു 3 പതിറ്റാണ്ടൂടെ കഴിഞ്ഞിട്ട്, ഹലോ, തീത്തോസ് കൈസർ എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ ജനിച്ചിട്ടുണ്ടോന്ന് പോലും അറിയത്തില്ല, അവന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് പടയാളികൾ യെരൂശലേമിനെ വളയുന്നു. 6 ലക്ഷം യഹൂദന്മാരെ നിർദാക്ഷിണ്യം കൊല്ലുന്നു. അവന്റെ രക്തം കുതിരയുടെ കടിവാളം വരെ ഉയരുന്നു. അത്രയും വരുന്ന യഹൂദനെ ബന്ദികളായി കൊണ്ടുപോന്നു. യേശു പ്രസംഗിച്ച ആരാധനാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിയുന്നു. യേശു അത് കണ്ടു. നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇതേതാ? കൊച്ചിന് ജോലി കിട്ടിയത് കണ്ടു, ന്യൂസിലാൻഡിനുള്ള വിസ കിട്ടിയത് കണ്ടു, OET പാസ്സായത് കണ്ടു, കല്യാണത്തിന് വാക്ക് കൊടുത്തത് കണ്ടു, വീടിന്റെ കടം വീടിയത് കണ്ടു. നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഒരുത്തൻ അത് കണ്ട് കരയവ. ഇന്ന് രാത്രി ഏറ്റെടുത്തോണം. നീ കണ്ടിട്ടില്ലാത്ത ചിലത് കാണുന്ന ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി 8 മണി കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞ്. 8 മണി കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്ന ആരുണ്ട് ഇവിടെ? പക്ഷെ അടുത്ത 3 പതിറ്റാണ്ട് കഴിഞ്ഞുള്ള കാര്യം അവൻ കണ്ടു. നാളുകളെ അറിയുന്നവൻ ഇന്നത്തെ കണ്ട് തുള്ളുന്നവരുടെ കൂടെ നിന്നല്ല, നാളുകളെ കാണുന്നവൻ നാളുകളെ കണ്ടിട്ട് അത് കണ്ട് കരഞ്ഞു. ഓ, എനിക്കിന്ന് രാത്രി ആത്മാവ് ശക്തമായ ദൂത് തരിക. നിന്റെ നാളുകളെ അറിയുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്. നിന്റെ കുടുംബത്തിന്റെ തലമുറകളുടെ നാളുകളെ അറിയുന്ന ഒരുത്തൻ ഈ രാത്രി യോഗത്തിലുണ്ട്. ഓ ജിമനാരകൾ ഖനാദുരാല വച്ച സൈഡ. ഓ അടകം ദുനകം ജാനം വടകം നിഗല രഗദേ രൗഷമനാദര വൈഡക റിബല. ഹല്ലേലൂയ. യേശുവിന്റെ സങ്കടം. ഇത് ലാസറിന്റെ കല്ലറയ്ക്കലെ കരച്ചിലല്ല കേട്ടോ. ഇത് നൈലിലെ വിധവയുടെ കൊച്ചന്റെ ശവമഞ്ചം കണ്ടുള്ള കരച്ചിലല്ല കേട്ടോ. ഇത് 3 ദിവസമായി ആഹാരം കിട്ടാത്തവരുടെ ഒട്ടിയ വയറ് കണ്ടുള്ള കരച്ചിലല്ല കേട്ടോ. പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ യേശു കാണുകയാണ്. ഓ, എന്നിട്ട് യേശു കരഞ്ഞു പറയുകയാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ ചേർത്ത് നിർത്താൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ഹലോ,
സങ്കടം. നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. എന്താ കരയുന്ന കാരണം? ഒന്ന് പറഞ്ഞേ എല്ലാവരും. സന്ദർശനകാലം. കുഞ്ഞെ, ആ അപകടം ഒരു സന്ദർശനമായിരുന്നു. ആ വെല്ലുവിളി ഒരു സന്ദർശനമായിരുന്നു. ആ പെട്ടെന്നുണ്ടായ വേർപാടൊരു സന്ദർശനമായിരുന്നു. നിനക്കത് മനസ്സിലായില്ല. ഇന്ന് രാത്രി മറ്റൊന്നും നീ അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ സന്ദർശനങ്ങളെ നീ തിരിച്ചറിയണം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ആത്മാവ് ആഴമായി വിവേചിച്ച് പറയുകയാ, ചില സന്ദർശനങ്ങൾ നിന്റെ വീട്ടിൽ നടന്നു. അതിന് വിദ്യാഭ്യാസവും വിവരമൊന്നും വേണ്ട കേട്ടോ. സ്കൂളിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത കുറച്ച് പാവപ്പെട്ട ഇടയന്മാർ ആരാണ്ടരെ തീറ്റിക്കൊണ്ട് കാട്ടിക്കിടക്കുക. ഭയങ്കര മഞ്ഞ് പെയ്യുന്ന രാത്രി. പക്ഷെ ആട് ഗോശാലയ്ക്കകത്ത് ഇടയൻ പുറത്തുവാ കാവൽ കിടക്കുമ്പോൾ ആ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത CTH ഇല്ല, BTH ഇല്ല, MDH ഇല്ല, PhD ഇല്ല, ഡോക്ടറേറ്റ് ഇല്ല, ആ ഇടയന്മാർ സന്ദർശനം പറഞ്ഞു. എൻ്റെ കൂടെ ആണോ എല്ലാവരും? പാവപ്പെട്ട ഇടയന്മാർ സന്ദർശനം പറഞ്ഞു. അവരെന്തേലുമേ ഗോശാല വെളിയിൽ നിന്ന് പൂട്ടി. എന്നിട്ട് ഉള്ള പുതപ്പും ദേഹത്തിട്ടുണ്ട് ഒറ്റ പോക്ക്. അവരോട് ചോദിച്ചു, എവിടെ പോകുകയാണ്? ഒരു സന്ദർശനം ബേഥലഹേമിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് കാണാൻ പോകുകയാ. അവര് സന്ദർശനം അറിഞ്ഞു. പക്ഷെ 33.5 വർഷം ആലയത്തിൽ വന്ന പുസ്തകം തുറന്ന് വായിച്ചവൻ ഹോളി വന്നിട്ടും അവര് സന്ദർശനം അറിഞ്ഞില്ല. പാവപ്പെട്ട ഇടയന്മാര് സന്ദർശനം പറഞ്ഞു. പക്ഷെ പള്ളി വന്ന് എല്ലാ ദിവസവും പുസ്തകം തുറന്ന് അവനെ കുറിച്ച് എഴുതിയ ഭാഗം വായിച്ച ആ സന്ദർശനം പള്ളിക്കാരറിഞ്ഞില്ല. ഈ രാവിലെ നിന്റെ വീട്ടിൽ വന്നായിരുന്നു, നീ അറിഞ്ഞോ? ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ വന്നായിരുന്നു, നീ അറിഞ്ഞോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആ സന്ദർശനം കൊണ്ടാണ് നീ തകരാതിരുന്നത്. ഇന്ന് രാത്രി നീ മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും നിന്റെ സന്ദർശന കാലം നീ തിരിച്ചറിയണം. ആത്മാവി രാത്രി ആഴത്തിൽ ഇടപെടുകയാ. ദൈവത്തിന്റെ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ. ഒരു വാഗ്ദത്തത്തിന്റെ പേരിൽ ഒരു വന്യമയോധനായ മനുഷ്യൻ, പേര് ശിമയോൻ, ആലയത്തിന്റെ അങ്ങേ മൂലയ്ക്ക് വന്ന് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക. പള്ളി വരുന്നു പോകുന്നു. പക്ഷെ ആ മനുഷ്യൻ എവിടെ പോകാൻ? ആ പുള്ളി അവിടെ ഇരിക്കുക. ആ പാവപ്പെട്ട മനുഷ്യൻ സന്ദർശനം പറഞ്ഞു. സ്തോത്രം. കന്യാകാലം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഭർത്താവ് മരിച്ചിട്ട് പിന്നെ 84 വർഷം വിധവയായിട്ട് ജീവിച്ചു. ഭർത്താവ് മരിച്ചോടനെ തൻ്റെതല്ലാത്ത കാരണത്താ മരിച്ചത് പറഞ്ഞ് വേറെ കല്യാണാലോചന നടത്തിയെന്നല്ല, 84 വർഷം വിധവയായിട്ട് ജീവിച്ചു. അല്ലല്ലിയ പറഞ്ഞ്. നിങ്ങളുടെ മുഖം എന്നാ വളിച്ച്? അമ്മച്ചി കന്യാകാലം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് 84 വർഷം വിധവയായിട്ട് ജീവിച്ച് അമ്മച്ചി ആലയത്തിന് മറ്റൊരു മൂലക്കിരിക്കുക. അമ്മച്ചി സന്ദർശനം അറിഞ്ഞു. ആസേർ ഗോത്രത്തിലെ ഹന്ന എന്ന വിധവയായ അമ്മച്ചി, 100 ചില്ലുവാനം വയസ്സുള്ള അമ്മച്ചി സന്ദർശനം അറിഞ്ഞു. ശിമയോൻ എന്ന വന്യവയോധികൻ സന്ദർശനം അറിഞ്ഞു. കാട്ടിക്കിടന്ന ഇടയന്മാര് സന്ദർശനം അറിഞ്ഞു. ഒരു രോഗത്തിന്റെ പേരിൽ പെങ്കൊച്ചിനെ നല്ല യൗവനത്തിൽ അപ്പനും അമ്മയും പൂട്ടിയിട്ടേക്കുക. വെളിയിറങ്ങാനൊക്കെ ന്യായപ്രമാണം പറഞ്ഞ് നമ്മളെ വെളിയിറക്കല്ല. അവക്ക് ചോറിനാൻ വേറെ പാത്രം, അവക്ക് കഞ്ഞി കുടിക്കാൻ വേറെ പാത്രം, അവക്ക് കുളിക്കാൻ ബക്കറ്റ് വേറെ, അവക്ക് തോർത്താൻ തോർത്ത് വേറെ, എല്ലാം സെപ്പറേറ്റ്. അവളെടുക്കുന്ന ഒരു സാധനം ഇവിടെ ആരും എടുത്തേക്കല്ല. അവിടെ സോക്കേട് രക്തസ്രാവമാണ്. പക്ഷെ ചികിത്സിക്കായിരുന്നില്ല. ഈ മുറിക്കകത്ത് ഇട്ടുകൊണ്ട് ചികിത്സിക്കാവുന്ന എല്ലാം എന്ത് ചെയ്തു? ചികിത്സിച്ചു. സ്തോത്രം. ഒരു സൗഖ്യവും ഉണ്ടായില്ല. അന്നേരം അവൾ ആ മുറിക്കകത്ത് കിടന്നുകൊണ്ട് കേൾക്കുകയാണ് ന്യായപ്രമാണം വേലി കെട്ടി അടച്ചവൾ അകത്ത് കിടന്നുമ്പോൾ വഴിയിലൊരു ആരാവാരം. പപ്പ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് അവള് പറഞ്ഞില്ല. മമ്മി ഞാനൊന്ന് നോക്കട്ടെ എന്താ സംഭവം അവള് പറഞ്ഞില്ല. സന്ദർശനം വന്നപ്പോ പപ്പായും മമ്മിയും കെട്ടി വേലി പൊളിച്ച് അവൾ ഒറ്റ ചാട്ടം ചാടി ഓടിപ്പോട്ട് സന്ദർശന സമയത്ത് ആ വസ്ത്രത്തെ ഒന്ന് തൊട്ടു. ഇന്ന് രാത്രി സന്ദർശനം നീ അറിഞ്ഞാൽ, വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിന് ദൂത് പറയുകയാ, സന്ദർശനം അറിഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ.
കരവും ശബ്ദവും ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ശാപം പിടിച്ച് എരിഹോവിന്റെ മണ്ഡലത്തിൽ ഒരുത്തൻ പിച്ച തണ്ടിക്കൊണ്ടിരിക്കുക. സ്വന്തം പേരില്ല. തീമായിയുടെ മകനായ തീമായി. അതെന്തോ പേരാ? ബെർത്തീമായി. തീമായിയുടെ മകനായ തീമായി. ജോലി തെണ്ടുക. കാരണം എന്തോ? ജന്മന അവന് കണ്ണ് ഇല്ല. അതിൽ എത്രയോ പേര് വരുന്നു, എത്രയോ പേര് പോകുന്നു. അവരെല്ലാം നക്കാപ്പിച്ച് ഇട്ട് കൊടുക്കും. അവനങ്ങനെ ജീവിക്കുക. അങ്ങനെ തെണ്ടി വയസ്സൊരു 40ഓളം ഉണ്ട്. സ്തോത്രം. പിശാച് പറഞ്ഞു, നിന്റെ ആയുസിൽ ഒരു ഗതിയും പരഗതിയും ഉണ്ടാകത്തില്ല. നീ ഇങ്ങനെ തെണ്ടിച്ചാകത്തേ ഉള്ളൂ എന്നൊക്കെ ലോകം വിധി പറഞ്ഞിരിക്കുമ്പോൾ ഒരു കാൽപ്പെരുമാറ്റം. ഏതോ ഭയങ്കര ഒരു റാലി കടന്നു പോന്നു. അവൻ ചോദിച്ചെന്താ പതിവില്ലാത്ത ഒരു ആരാവാരം. ഉടനെ അവര് പറഞ്ഞു, നസ്രായൻ പോകുകയാ. ഓ, അവന് മനസ്സിലായി സന്ദർശനമാ. സ്തോത്രം പറയണം. അവൻ ഒറ്റ നിമിഷം സന്ദർശനം ഗ്രഹിച്ചവൻ ഒറ്റ വിളിയാണ്, ദാവീദ് പുത്ര. ഓ, ഇന്ന് രാത്രി സന്ദർശനം നീ അറിയണം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ ദൈവ പൈതലേ, നിന്റെ സന്ദർശനം നീ അറിയണം. ചില പോരുകൾ അഴിയുക ഇന്ന് രാത്രിയിൽ. നിന്റെ കുടുംബത്തിനെതിരെയുള്ള, തലമുറക്കെതിരെയുള്ള, സഭയ്ക്കെതിരെയുള്ള ചില പോരുകളുടെ മേൽ സ്വർഗം ജയം കൽപ്പിക്കുകയോ. രക്തം ചെയ്യും. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഈ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് നോക്കിയാൽ ഒന്ന് ശ്രദ്ധിക്കണേ. മതി. ദൈവം, യഹോവയായ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവള് മോവാബ് ദേശത്ത് വെച്ച് കേട്ടു. വായിച്ചുകൊണ്ടിരിക്കല്ലേ. ഇതെല്ലാം പിന്നെ പോയി വായിക്കണം. നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. സ്തോത്രം. കണ്ണടച്ചിരിക്കല്ലേ. ഞാൻ കണ്ണടച്ച് ധ്യാനിച്ചേച്ച് വന്നതാണ്. അപ്പം നിങ്ങളിനി അതിന് വേണ്ടിയിട്ട് ധ്യാനിക്കുകയൊന്നും വേണ്ട. ദൂത് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് ദൂത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യല്ലേ. എന്നെ അങ്ങോട്ട് വിളിക്കുകയും ചെയ്യല്ലേ. എനിക്കൊന്നാമത് നല്ല സുഖമില്ലാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ. എല്ലാം ശ്രദ്ധിച്ച് നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ ഈ ഇടയ്ക്ക് ഹല്ലേലൂയ പറയിപ്പിക്കുന്നത് നിങ്ങൾ ഉറങ്ങാതിരിക്കാനാണ്. അല്ല, എൻ്റെ പ്രസംഗം കൊടുക്കാനൊന്നുമല്ല. സ്തോത്രം. നീ ഉണർന്ന് കേൾക്കേണ്ട ദൂതായത്. നിന്നെ ഉറക്കുന്ന ദൂത് കേൾക്കാതിരിക്കാനാ. നീ ഈ ദൂത് കേട്ടാൽ വിടുതലാന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ നിന്നെ മനഃപൂർവ്വം ഉറക്കുക. ഇന്ന് രാത്രി ആ കെട്ടെല്ലാം അഴിയണം. നീ ഇന്ന് ഈ ഉപവാസി പ്രാർത്ഥിക്കണ്ടേ, കർത്താവേ ഈ 7 ദിവസം ഉപവാസത്തിൽ ഉറങ്ങാതെ ദൂത് കേൾക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. ഒരല്ലേ പറഞ്ഞ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രത്യേകം പ്രാർത്ഥിക്കണം. പക്ഷെ അതിൻ്റെ വലിയ അടവാ. ഇത്രയും വലിയ ദൂതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങാനൊക്കെ പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ല, നിനക്ക് നാണയില്ലേ? ഇത് ആരാധനാലയല്ലേ? ഇത് ദൈവസന്നിധിയല്ലേ? ജീവന്റെ വചനമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നിന്നെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്നെ നിർജീവത്വങ്ങളെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. നിന്റെ ആ ഞെരുക്കുന്ന പോരുകളെ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുക. നീ അത് ഗ്രഹിക്കാതിരുന്ന ഉറങ്ങുന്നത്. നീ അശ്രദ്ധമായിരിക്കരുത്. ഇത് ദൈവത്തിന്റെ സന്നിധിയാ. നല്ലപോലെ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ. ജീസസ്.
ഹല്ലേലൂയ. മോവാബ് ദേശത്ത് വെച്ച് യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം നവോമി കേട്ടു. ഇതൊക്കെ കേൾക്കേണ്ട ഒരു സമയമുണ്ട്. പിന്നെ കേട്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഈ ബേത്ലഹേമിൽ ക്ഷാമം വന്നത് ദൈവത്തിൻ്റെ സന്ദർശനമായിരുന്നെന്ന് അമ്മാമ്മയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ രായ്ക്ക് രാമാനും അച്ചാനെയും 2 പിള്ളേരെയും വിളിച്ചുകൊണ്ട് മോവാബിൽ പോത്തില്ലായിരുന്നു. സ്തോത്രം. സന്ദർശനമാണെന്ന് അറിയാഞ്ഞത് കൊണ്ട് ഫാമിലി വിസ കിട്ടി അച്ചാനും അമ്മയും പിള്ളേരും കൂടെ കിട്ടിയ ടിക്കറ്റിൽ അങ്ങനെ പോയി. സ്തോത്രം. സന്ദർശനമാണെന്ന് അമ്മച്ചി അറിഞ്ഞപ്പെടുത്തേനെ അച്ചാൻ്റെ വായിലും മണ്ണിട്ടു, മൂത്ത മോൻ്റെ വായിലും മണ്ണിട്ടു, 2ാമത്തെ മോൻ്റെ വായിലും മണ്ണിട്ടു, മരുമോളായിട്ട് വന്നോട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് അവൾ പോവുകയും ചെയ്തു. എല്ലാം പോയിട്ട് സന്ദർശനം അറിഞ്ഞിട്ട് എന്നെ എടുക്കാനാ? എന്നെ തെറ്റിദ്ധരിക്കല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അച്ചാനും പിള്ളേരും മരുമോളും എല്ലാം പോയി കഴിഞ്ഞിട്ട് സന്ദർശനം അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി അതിനാ വെളിപ്പാട് പ്രാപിക്കേണ്ടത്. 6 വന്നതും പോയി, ഒറ്റാലി കടന്നതും പോയി, പശുവും ചത്ത്, മോരിലെ പുളിയും പോയി. റാന്നിക്കാർ പറഞ്ഞൊരു പഴഞ്ചൊല്ല ഇവിടെ പറയുമോ? ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് സന്ദർശനം അറിഞ്ഞു ഗ്ലോറി വിക്ടറി പറഞ്ഞിട്ട് എന്നെ സാധിക്കാനാന്ന്. ഈ രാത്രി പ്രാർത്ഥിച്ചോണം. എല്ലാം കൈവിട്ട് പോയിട്ടല്ല സന്ദർശനം അറിയണ്ടേ. ഒരപ്പച്ചൻ ചാകാൻ കിടക്കുക, വയസ്സ് 110. ഒരല്ലേ പറഞ്ഞേ 110 വയസ്സുള്ള അപ്പച്ചന് 80 വർഷം ഒറ്റ കസാറ ഇരുന്നുകൊണ്ട് നാട് ഭരിച്ചു. 110ാമത്തെ വയസ്സിൽ പുള്ളി മരിക്കാൻ നേരത്ത് പറഞ്ഞു, മോനെ ഗ്രാൻഡ് ബേക്കറി പോയി അലുവ മേടിച്ചോണ്ട് വാ, കഴിച്ചിട്ട് ചാകാനാ എന്ന് പറഞ്ഞില്ല. നമുക്ക് ചാകാൻ നേരത്ത് തീറ്റിയാണല്ലോ. നമ്മുടെ ഇസഹാക്കിൻ്റെ ഒരു പാരമ്പര്യം, ഞാൻ ചാകുന്നതിന് മുമ്പ് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കാട്ടിറച്ചി കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ചാകാൻ നേരത്ത് ഇറച്ചി തിന്നാനും അലുവ തിന്നാനും ഒക്കെ ഉള്ളൊരു സിംറ്റം. അപ്പോൾ പിള്ളേർ പറഞ്ഞു അപ്പച്ചൻ ഡയബറ്റിക് ഉള്ളതുകൊണ്ടാണ് അലുവ തിന്നാനുള്ള മിണ്ടുന്നില്ല. 110 വയസ്സുള്ള അപ്പച്ചൻ ചാകാൻ നേരത്ത് മൊത്തം എണ്ണത്തിനെയും വിളിച്ചു. എല്ലാവരും വരാൻ പറഞ്ഞു. രൂബേനും ശിമയോനും നാദനും സ്തോത്രം എല്ലാവരും വരാൻ പറഞ്ഞു. എല്ലാവരെയും വിളിച്ചു. ഗാദും നഫ്താലിയും സെബുലൂനും എല്ലാം വരാൻ പറഞ്ഞു. സകലരും വന്ന് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിൽക്കുക. ചാകാൻ നേരത്ത് പ്രധാനമന്ത്രിയാന്ന്. ദൈവം ആക്കിയല്ലേ, വോട്ട് ചെയ്ത് ജയിച്ചല്ലോ. അപ്പം അദ്ദേഹം പറയുകയാണ്, ഒന്ന് വായിച്ചേ 25ാമത്തെ വാക്യം, ഉൽപ്പത്തി 50:25. ചാകാൻ നേരത്ത് അപ്പച്ചൻ പറയാണ്, മക്കളെ ഞാനങ്ങ് ചാകുക, അതുകൊണ്ട് വെള്ളപ്പൊക്കം വന്നതെല്ലാം അവിടെ തീരാൻ പോവല്ല, ഞാൻ ചത്തു കഴിയുന്നതുകൊണ്ട് എല്ലാം തീരുവല്ല. എന്നോടൊന്ന് വരണം എല്ലാവരും. ഞാൻ മരിക്കുക, പക്ഷെ ഞാൻ മരിക്കുന്നതുകൊണ്ട് ബാക്കിയെല്ലാം അങ്ങ് തീരുവല്ല. എൻ്റെ ദൈവം നിങ്ങളെ സന്ദർശിക്കും. സ്തോത്രം പറയണം. മരിക്കാൻ നേരത്ത് എന്തോ വെളിപ്പാടാ. 17ാമത്തെ വയസ്സിൽ ആ 11 കറ്റകൾ വീണ് നമസ്കരിക്കുന്ന കണ്ട വെളിപ്പാട്, സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും നമസ്കരിക്കുന്ന കണ്ട വെളിപ്പാട് 110ാമത്തെ വയസ്സിലും പോയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രായമായെങ്കിലും വെളിപ്പാട് മങ്ങിയില്ലെന്ന്. ചാകാൻ കിടക്കുമ്പോൾ വെളിപ്പാടിനാ നിൽക്കുക. എന്ത് രാത്രി സഭ വെളിപ്പാട് നഷ്ടപ്പെടുത്തി സ്വത്രം പറയരുത്. നിന്റെ വെളിപ്പാട് നീ പുതുക്കേണ്ട രാത്രിയാ. ദൈവം തന്ന ഒരു വെളിപ്പാട് നിനക്കുണ്ട്, ഒരു വിഷയം നിനക്കുണ്ട്. അത് കളഞ്ഞല്ല നീ ആരാധിക്കേണ്ടത്. ഈ രാത്രി ആ ദർശനം പ്രാപിക്കട്ടെ. ഇപ്പം പിള്ളേർക്കെല്ലാം കരന്തീരുവയായിട്ട് കൊടുത്തേക്കുക. ഹോഷൻ ദേശം മഹാരാജാവ് എഴുതി കൊടുക്കുന്ന പോലെ ഹോഷൻ ദേശം. ഹോഷൻ ദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോയി കാണണം, കാശുണ്ടേ.
ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് നൈൽ നദി. 6 രാഷ്ട്രങ്ങളിൽ കൂടെ ഒഴുകുന്ന നദിയാണ് നൈൽ നദി. കടല കപ്പലുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ് നൈൽ നദി. സ്തോത്രം. 6 രാഷ്ട്രങ്ങളിലെ ദാഹജലം തീർക്കുന്നത് ഈ നദിയിലെ വെള്ളമാണ്. അതിൻ്റെ എക്കലടിയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ് ഗോശൻ ദേശം. ഈ യോസഫ് 2 പ്രാവശ്യം ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. ഫറവോന്റെ രഥത്തിൽ സഞ്ചരിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും പാണ്ഡികശാല പണിതു. ഇവിടെ മാത്രം പാണ്ഡികശാല പണിതില്ല, അത് വേടി കിട്ടി മാറ്റിയിട്ടു. അപ്പോൾ ഫറവോനും ആൾക്കാരും ചോദിച്ചു, ഇതെന്നാ പാണ്ഡികശാല ഒന്നും പണി അത് മാറ്റിയിട്ടേക്കുന്നത്? അത് എൻ്റെ രക്തത്തിൽപ്പെട്ടവർ വരും, അവർക്ക് വേണ്ടി ഞാൻ മാറ്റിയിട്ടേക്കുക. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിന് ഒത്തിരി വാസസ്ഥലമൊക്കെ ഉണ്ട്, അവിടെ എല്ലാം ഞാൻ പാണ്ഡികശാല പണിതേക്കാം. പക്ഷേ ഇത് ഞാൻ സെപ്പറേറ്റ് എൻ്റെ രക്തത്തിൽപ്പെട്ടവർ വരുന്നുണ്ട്, അവർക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുന്ന സ്ഥലമാണ്. നല്ലൊരു ഹല്ലേലൂയ രാത്രി പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരിവിടെ ഇങ്ങനെ ആടും മാടും കോഴി എല്ലാമായിട്ട് ഇങ്ങനെ ഗോശൻ ദേശം നല്ല ഈ നൈൽ നദിയിലെ എക്കൽ മണ്ണൊക്കെ അടിഞ്ഞ് നല്ല വളക്കൂറുള്ള ഈ ഭൂമി താമസിച്ചപ്പോൾ അവർ വിചാരിച്ച് ഇവിടെ അങ്ങ് ഉറയ്ക്കുമെന്ന്. അപ്പം ചാകാൻ നേരത്ത് അപ്പച്ചൻ പറഞ്ഞു, മോനെ ഇവിടെ നമ്മൾ അന്യരും പരദേശികളുക, ഗോശൻ ദേശം പിടിച്ചോണ്ടിരിക്കല്ലേ. അപ്പച്ചൻ മരിച്ചാലും ദൂത് മരിക്കത്തില്ല, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഒരു സ്തോത്രം രാത്രി പറയണം. ഇന്ന് രാത്രി സഭയോട് ദൈവം പറയുന്നു, 2024 ഈ നവംബർ മാസം അവസാനിക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ 1 മാസം മാത്രം ഈ വർഷത്തിൽ ശേഷിക്കുമ്പോൾ ചില വ്യക്തികളെ ചൂണ്ടി പറയുന്നു, ഒരു സന്ദർശനം അയക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു സന്ദർശനം ദൈവം അയക്കുമെന്ന് ഈ 4ാമത്തെ രാത്രി വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു ദൈവിക സന്ദർശനം. ഓ ജീവനപരാധര ഭൈടകരാജക ചൂടപരന്തര ഭക്ഷകരിപര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ ബോഡി സംസ്കരിക്കരുത്, അടക്കരുത്. എൻ്റെ ബോഡി ഒരു പെട്ടിക്കകത്ത് വെക്കണം, ഒരു പെട്ടിക്കകത്ത് വെക്കണം. അപ്പം നാട്ടുകാരൊക്കെ നിങ്ങളോട് ചോദിക്കും, ഞങ്ങളുടെ ബഹുമാനായ പ്രധാനമന്ത്രി ജോസഫിൻ്റെ, ആദരണീയനായ ജോസഫിൻ്റെ ബോഡി എന്നാ പെട്ടി വെച്ചേക്കുന്നത്? അപ്പോൾ പെട്ടിയുടെ പുറത്തൊരെഴുത്തുണ്ട്, ദൈവം ഞങ്ങളെ സന്ദർശിക്കും. മുഴുവൻ ജനത്തോടും ഒരു സന്ദേശം ഈ പെട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ചത്തിട്ടും പെട്ടി ഒരു ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അന്ന് എൻ്റെ അസ്ഥി കൂടെ കൊണ്ടുപോക്കണം. ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ എന്തെങ്കിലും താൽക്കാലികമായത് കണ്ട് നീ ഇവിടെ മയങ്ങി ഉറങ്ങിയിരിക്കരുത്. ഇന്ന് രാത്രി ഒരു സന്ദർശനത്തെ നീ ആത്മാവി കാണണം. ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടെന്ന് നീ അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഈ 4ാമത്തെ രാത്രിയിൽ സഭയുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, സഭയുടെ ദൈവകൃപ ജ്വലിക്കട്ടെ, വെളിപ്പാടുകളുടെ തലം മാറട്ടെ. ഓ രക്തത്താലേ ജയം, രക്തത്താലേ ജയം. നമ്മളിവിടുത്തെ ഈ താൽക്കാലിക നന്മയിൽ ആശ്രയിച്ച പലരും ഇരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച്. ഈ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പം ഭക്ഷിച്ച ആളുകളാണ് ഇസ്രായേൽ മക്കൾ, അല്ലേ? ശക്തന്മാരുടെ ഭോജനം. അതിൻ്റെ ഗ്യാരണ്ടി എത്ര സമയമായിരുന്നു? മോശ കൊടുത്ത മന്നയുടെ ഗ്യാരണ്ടി മേളിൽ നിന്ന് പൊഴിഞ്ഞതാ, ഇവിടുത്തെ ഒന്നുമല്ല. എത്ര സമയം ഉണ്ടായിരുന്നു? രാവിലെ 5-ന് പറക്കുക, വൈകിട്ട് 5-നകം തീർത്തോണം, ഇല്ലേ മിച്ചമുള്ളവൻ്റെ വീട് നാറും. ഏത് മിടുക്കൻ്റെ വീട്ടിൽ വെച്ചാലും നേരത്തോട് നേരം കഴിയുമ്പോൾ തിന്ന് തീർത്തില്ലെങ്കിൽ സാധനം എന്ത് ചെയ്യും? നാറും. അപ്പം ഏതെങ്കിലും വീട്ടിൽ നിന്ന് നാറ്റം വന്നാൽ ധരിച്ചോണം, ആ വീട്ടിൽ എന്നോ ഇരിപ്പുണ്ട് പാറ. തിന്ന് തീർക്കേണ്ട മന്ന നീ ഇങ്ങനെ അവിടെ വെച്ചേക്കുക. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരുത്ത മാടക്കട ചെന്ന് വെച്ച് വേദപുസ്തകം മേടിക്കുന്നു. അപ്പോൾ വന്ന ഒരു വിശ്വാസം ചോദിച്ചു, അതിന് അവിടുന്ന് അത് കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് വെച്ചിട്ട് പോയതാണ്, പിന്നെ പിറ്റേ ഞായറാഴ്ച അവിടെ നിർത്തുകൊണ്ട് പോവാം.
അവനത് കപ്പലിട്ടി ഒന്നും പൊതിഞ്ഞു കൊടുക്കാൻ ഇവന്റെ ബാക്കി. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ മേളീന്ന് പൊടിഞ്ഞതാണെങ്കിലും നീ തിന്ന് തീർത്തില്ലെങ്കിൽ വൈകുന്നതിനകത്ത് വീട്ടിലെ വിവരം അറിയും. പല വിശ്വാസ വീട്ടിൽ നിന്ന് നാറ്റങ്ങൾ വരുന്നുണ്ട്. സ്തോത്രം. പാസും കമ്മിറ്റിക്കാരൊക്കെ പേടിച്ച് വിട്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുന്നതേ ഉള്ളൂ. കാരണം വിട്ടുപോലെ എടുക്കാൻ മറ്റേപ്പുറം തുറന്നു വെച്ചേക്കല്ല. ഏത് സൈസ് വന്നാലും എടുക്കാൻ അവിടെ ഇരിക്കുക. അപ്പോൾ എന്നാൽ പിന്നെ കുഴപ്പമില്ല, നാറിയാലും കിടക്കട്ടെന്ന് വിചാരിച്ചിട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടെ പറയാൻ ഇളെ വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ പറയാനാ തല നടച്ച് ഞങ്ങളെ വെച്ചേക്കുന്നത്. പക്ഷെ ഇതേ സാധനം ഒരു പാത്രത്തിൽ പെട്ടകത്തിനകത്തിരിക്കുക. 40 വർഷമായിട്ട് നാറുന്നില്ല. വീട്ടിൽ ഇരിക്കുന്ന നേരത്തോടെ നേരം കഴിയുമ്പോൾ നാറും. പക്ഷെ പെട്ടകത്തിരിക്കുന്ന 40 വർഷമായിട്ട് എന്ത് ചെയ്തില്ല? സ്തോത്രം പറയണം. ആ മന്നെ വിളിച്ച് രാത്രി പി സി ചെറിയാൻ പാസ് പ്രസംഗിക്കുന്നതിന് മുമ്പേ 10 മിനിറ്റ് നമ്മുടെ പെട്ടകത്തിലെ മന്ന സാക്ഷി പറയുന്ന പാസ് പറഞ്ഞാൽ മന്ന കയറി പറയും, എൻ്റെ ഗുണം കൊണ്ടൊന്നുമില്ല, ഞാനും മറ്റേത് ഒരു മന്ന തന്നെയാണ്. പക്ഷെ എൻ്റെ ഇരുന്ന സ്ഥലം ഹല്ലേലൂയ, അത് 5 10 കൽപ്പന എഴുതിയ പ്രമാണത്തിന്റെ ഇടയ്ക്കായിരുന്നത്. പിന്നെ മണ്ടയ്ക്ക് ഇങ്ങനെ തളിർത്ത് പൂത്ത് കായ്ച്ച് ബദാം ഫലമുണ്ടായ വടിയ, സാക്ഷ്യത്തിന്റെ വടിയ. സ്തോത്രം. ഈ രാത്രി പറയണം, നീ ഇന്ന് രാത്രി കൃപയുടെ പെട്ടകത്തിരുന്നാൽ നിന്റെ കുടുംബത്തെ, കൂടാരത്തെ നാറാതെ സൂക്ഷിപ്പാൻ കഴിവുള്ള ഒരു വലിയ ദൈവം ഇവിടെയുണ്ട്. ഓ രമന ധരജാലകരം ധര ദിബലമ രൗഷ സൈഡേ രമന ചൂടാര ബാബാ ബാബാ ശാന്താര ധര വൈഡാര മന. ഓ രക്തത്താലെ വചനത്താലെ ജയം ജയം ജയം. പിന്നെ മന്ന പറയും, എന്നെ മറച്ചേക്കുവാൻ 2.5 മുഴം നീളം 1.5 മുഴം വീതി 2.5 മുഴം ഉയരമുള്ള കതിരമരം കൊണ്ട് പൊതിഞ്ഞിട്ട് മീതെ തങ്കം കൊണ്ട് പൊതിഞ്ഞ് മീതെ കൃപാസനം വെച്ച് എന്നെ മറച്ചു വെച്ചേക്കായിരുന്നു. ഹലോ, ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം. ഇന്നലെ വരെ 16ൽ പരം യുദ്ധങ്ങൾ ജയിച്ച അടുത്ത മിസ്രൈമിന്റെ ഫറവോനാകേണ്ട മോശ ഇന്ന് രാവിലെ അപ്രത്യക്ഷമായി. എവിടെ പോയെന്ന് ലോകത്തിൽ ആർക്കും അറിയത്തില്ല. ഇന്നലെ വരെ രംഗത്ത് സജീവമായി നിന്നവനാ. ജനത്തിനെല്ലാം പ്രതീക്ഷ പുള്ളിയാ. ഒറ്റപ്പോക്ക്. 40 വർഷം കണ്ടില്ല. 40 വർഷം ദൈവം മറച്ചേക്കുമായിരുന്നു. എവിടാന്ന് ഉലകത്തിൽ ഒരു മനുഷ്യൻ അറിയത്തില്ല. പറവോൻ അറിഞ്ഞിരുന്ന അവിടെ ചെന്ന് കൊന്നേനെ. ഹലോ, സ്തോത്രം. മറച്ചത് ഉയർത്താനാ. 40ാമത്തെ വർഷം ദൈവം അങ്ങോട്ട് ഉയർത്തി. ഈ രാത്രി നീ സ്തോത്രം പറയണം. നീ ഒരു അല്പസമയം ഒന്ന് മറഞ്ഞിരുന്നാൽ, സന്ദർശന സമയത്ത് നീ ഒന്ന് മറഞ്ഞാൽ, ഓ ഈ രാത്രി വ്യക്തമായി ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. ദൈവത്തിന്റെ സന്ദർശനം അറിഞ്ഞൊന്ന് മറഞ്ഞാൽ, ഒരു ചെറുക്കൻ 17 വയസ്സേ ഉള്ളൂ. അപ്പൊ നല്ലൊരു ഉടുപ്പൊക്കെ മേടിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു അവനെ +2 പാസ്സായതിനെ മേടിച്ചു കൊടുത്തായിരിക്കും. സ്തോത്രം. മറ്റന്മാരിലെ 6 ഇവനേ ഉള്ളു വീട്ടിൽ ചില വിദ്യാഭ്യാസവും ഇവരും ഒക്കെ. അതിന് അവനൊരു നിലയെങ്കിലൊക്കെ മേടിച്ചു കൊടുത്ത. ചെറുക്കൻ രാവിലെ ബ്രേക്ക് ഫാസ്റ്റ് കൊണ്ട് ചേട്ടന്മാർക്ക് പോയതാ. പിന്നെ എന്ത് വരില്ല. പിന്നെ ആകെപ്പാടെ ചോര പറഞ്ഞ ഉടുപ്പ് വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. 13 വർഷം മറച്ചു. എവിടാന്ന് പോലും അറിയത്തില്ല. നിങ്ങളുടെ ഇവിടെ ഉണ്ടോ? വെളിപ്പാടുള്ളവനെ 13 വർഷം മറച്ചു. പ്രൈസ് ദി ലോർഡ്. തെളിവില്ലാതെ മറച്ചേക്കുക. ഏതോ ദുഷ്ടമൃഗം തിന്നെന്നും പറഞ്ഞൊരു ഉടുപ്പുണ്ട്, വേറൊരു തെളിവില്ല. സ്തോത്രം. മറച്ചത് ഉയർത്താനാ. സ്തോത്രം. രാത്രി പറയണം, നിന്നെ ഒരു അല്പസമയം മറച്ചാൽ നീ ഓർത്തോണം, അപ്പുറത്തൊരു ഉയർച്ച വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ എന്നെ തൽക്കാലം ഒന്ന് മറച്ചേക്കുന്നത്
എൻ്റെ ദൈവത്തിന്റെ സന്ദർശനമാ, ദൈവത്തിന്റെ സന്ദർശനമാ, ദൈവത്തിന്റെ സന്ദർശനമാ. ഈ രാത്രി ഏറ്റെടുക്കുന്നവരെല്ലാം ദൈവത്തെ ആരാധിക്കണം. ഈ സന്ദർശനം നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഓ, കർത്താവ് കരയുക. എന്നെ ഒന്ന് ശ്രദ്ധിച്ചെല്ലാവരും. കർത്താവ് കരയുക. കരയുന്ന വിഷയം മനസ്സിലായോ? നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഇപ്പൊ അറിഞ്ഞില്ലേ എന്നാ സംഭവിക്കാനാ? നിന്റെ ശത്രു, സന്ദർശനം അറിഞ്ഞില്ലെങ്കിൽ നിന്റെ ശത്രു നിനക്ക് ചുറ്റും വാടകോരി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും. നിങ്ങൾക്ക് ആ വാക്യം മനസ്സിലാകുന്നുണ്ടോ? സന്ദർശനം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും വളഞ്ഞ്, എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു പരിധിയില്ല, വളഞ്ഞ് 4 പാട് ഞെരുക്കി. ഇന്ന് രാത്രി ആ വാക്യം നിങ്ങൾ ഭയത്തോടെ വായിക്കണം കേട്ടോ. ചുമ്മാ വായിച്ചു വിടല്ല, ചുമ്മാ വായിച്ചു വിടല്ല. 4 പാട് ഞെരുക്കി. ഓ, ഇത്രയും ചെയ്യാൻ ഞങ്ങൾ എന്തോ ചെയ്തു? ഒന്നും ചെയ്യില്ല. സന്ദർശനം അറിഞ്ഞില്ല. നെടുകയാൻ കുറുകെ നടക്കുമായിരുന്നു. വെള്ളത്തിന് മേലെ നടന്നു കാണിച്ചു. 38 വർഷം കിടന്നവനെ എഴുന്നേൽപ്പിച്ച് കാണിച്ചു. കൈ വരണ്ടവനെ സൗഖ്യമാക്കി കാണിച്ചു. കൂനയായ അമ്മച്ചെ നേരെ നിർത്തി. 10 കുഷ്ഠരോഗി ഒന്നിച്ച് സൗഖ്യമാക്കി. കണ്ണുപൊടൻ 2 കണ്ണുണ്ടാക്കി കണ്ണിനകത്ത് വെച്ചു കൊടുത്തു. ഹലോ, ബസിന്തവൻ 7 അപ്പം കൊണ്ട് 4000, 5 അപ്പം കൊണ്ട് 5000. പക്ഷെ ഇവർ സന്ദർശനം എന്ത് ചെയ്തില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ ഇടയ്ക്കൂടെ നടക്കുക. 33 വർഷമായിട്ട് ഇടയ്ക്കൂടെ നടക്കുക. നടന്ന് ഇവർ ചോദിച്ചെല്ലാം കൊടുക്കുക. ഓ, ആലയത്തിൽ വരുന്നു, പോകുന്നു, പുസ്തകം വായിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. ആലയത്തിൽ വെച്ച് തന്നെ സൗഖ്യം നടത്തുന്നു. ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം കേട്ടിട്ടും കർത്താവ് ഇപ്പൊ കരയുകയാണ്. അയ്യോ, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. സഭയോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നലകളിലെ പലതും, കോവിഡ് ഉൾപ്പെടെ ആ രോഗം, ആ കഷ്ടത, ആ പ്രതികൂലം, ആ വഴി അടഞ്ഞത്, ആ കടഭാരം, ആ തലമുറയ്ക്കുണ്ടായ വിഷയം, ആ കുഞ്ഞിന്റെ തോൽവി, ആ വിഭാഗത്തിലെ പരാജയം, ഓ, അതൊരു സന്ദർശനമായിരുന്നു. അതൊരു സന്ദർശനമായിരുന്നു. നീ അത് പോരാട്ടമാണെന്ന് പറഞ്ഞ് ആട്ടിത്തൊപ്പി വിട്ടു. ഇന്ന് രാത്രി തിരിച്ചു വാ, തിരിച്ചു വാ. സന്ദർശനങ്ങളെ തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിലുണ്ടായ ആ പ്രശ്നം, എൻ്റെ ജീവിതത്തിലെ ആ പ്രതികൂലം എൻ്റെ ദൈവത്തിൻ്റെ ഒരു സന്ദർശനമായിരുന്നു. ഓടിക്കളിച്ച കൊച്ച് ക്ലാസ്സിൽ തലകറങ്ങി താഴെ വീഴുന്നു. സാറന്മാർ ഫോൺ വിളിച്ച് പറയുന്നു. പെട്ടെന്ന് നമ്മളവിടെ ചെല്ലുന്നു. കൊച്ചിനെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവർ ചിത്രയിലേക്ക് മാറ്റുന്നു. അവരങ്ങ് കിംസിലോട്ട് വിടുന്നു. അവർ പറഞ്ഞ് ലേശോറിപ്പാന് വണ്ടി ICU സംവിധാനമുള്ള വണ്ടിയെ കയറ്റി നേരെ എറണാകുളത്ത് പോന്നു. സ്തോത്രം. അവിടെ ചെന്നപ്പോഴത്തേന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, ലുക്കേമിയ ആയിരുന്നു, അറിയാൻ താമസിച്ചു പോയി, 5 മിനിറ്റ് മുമ്പേ കൊണ്ട് നടന്ന് ശരിയാക്കായിരുന്നു എന്ന് പറഞ്ഞ് കൊച്ചു ചാകുന്നു. ഹലോ, പക്ഷെ അതിനൊക്കെ മുമ്പേ 3 മാസം മുമ്പത്തെ 7 ദിവസത്തെ ഉപവാസത്തിൽ, 3 ദിവസത്തെ ഉപവാസത്തിൽ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ രാത്രി ഒരു ദർശനത്തിൽ നിന്നിത് കാണിച്ച നിനക്ക് മനസ്സിലായില്ല, വിവരബോധം ഇല്ലല്ലോ.
നിന്നോട് ദൂത് പറഞ്ഞതാ, നീ സന്ദർശനം പറയെല്ലാരും കൂടെ. പക്ഷെ ഇപ്പൊ കർത്താവ് കരയുകയാണ്. കരയുന്ന ലാസറിന്റെ ശവക്കോട്ട കണ്ടല്ല കേട്ടോ. ഓ, സ്വർഗം വിട്ട് നിങ്ങളുടെ നടുവിൽ 3.5 വർഷം ഞാൻ ഈ ശുശ്രൂഷയെല്ലാം ചെയ്ത് 33.5 വർഷം നിങ്ങളുടെ ഇടയ്ക്കൂടെ നടന്നിട്ട്, ആഴത്തിൽ പോയ പച്ചവെള്ളത്തെ നിന്റെ മിന്നെ വെച്ച് മീഞ്ഞാക്കി തന്നിട്ട്, ഒരു കൊച്ചന്റെ 5 അപ്പം ഞാൻ 5000 പേരെ പോഷിപ്പിച്ചിട്ട്, അയ്യോ നീ സന്ദർശനം അറിഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രിയിൽ നിന്നെ നോക്കി യേശു കരയുന്നോ ചിരിക്കുന്നോ? ഒന്ന് നോക്കി, എന്നെ നോക്കി എല്ലാവരും. നിന്നെ വിളിച്ച ദൈവം, നിന്നെ വേർതിരിച്ച ദൈവം, നിന്നെ രക്തം കൊണ്ട് കഴിയ കർത്താവ് ഇന്ന് രാത്രി നിന്നെ കൃപയിലേക്ക് കൊണ്ടുവന്നതിന്റെ പിൻപിൽ കരയുന്നോ ചിരിക്കുന്നോ? നിന്നെ വിളിച്ച ഒരു അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇച്ചിരി കഠിനമായി പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചങ്ക് പൊട്ടി പ്രസംഗിക്കുക കേട്ടോ. എനിക്ക് വരാൻ ഒട്ടും ആരോഗ്യമുണ്ടായിട്ട് വന്നതല്ല. പക്ഷെ ദൈവം പറഞ്ഞു, നീ പോണം, എൻ്റെ ദൂതം നീ കൈമാറണം. എനിക്ക് അവിടെ ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. എനിക്ക് എൻ്റെ ജനത്തെ ഒന്ന് ഉയർത്തിയെടുക്കാനുണ്ട്. എനിക്ക് എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഒരു അത്ഭുതമായി മാറാനുണ്ട്. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ മാത്രം ഈ സന്ദർശനം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ആത്മാവിന്റെ ദൂതൊന്ന് ഏറ്റെടുത്ത്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. പ്രിയരേ, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾക്കധികമായിട്ട് കർത്താവിൻ്റെ എളിയ വേല ചെയ്യുന്നൊരു ദൈവദാസൻ എന്നുള്ള സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, മറ്റൊന്നും നീ അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്ദർശനങ്ങളെ തിരിച്ചറിയണം. ഇന്ന് രാത്രി മുഴങ്കാലം അടക്കണം. ചെന്ന ഉടനെ കഴിച്ചു കിടക്കല്ല, മുഴങ്കാലം അടക്കണം. പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ നിന്റെ സന്ദർശനം തിരിച്ചറിയാൻ. നവോമിയെ പോലെ പോകാനുള്ളതെല്ലാം പോയി കഴിഞ്ഞ വെച്ച് സന്ദർശനം എന്നോ സാധിക്കാനെവിടെ? Praise the Lord. ഇന്ന് രാത്രി പോകുന്നതിന് മുമ്പേ, കൈവിട്ടു പോകുന്നതിന് മുമ്പേ, Praise the Lord, പിന്നെ കരഞ്ഞിട്ടോ അനുശോചനം പറഞ്ഞിട്ടോ റീത്ത് വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനൊക്കെ മുമ്പേ ഇന്ന് രാത്രി ഒത്തിരി കൃപ നീ പ്രാപിച്ചില്ലെങ്കിലും, നീ പ്രവചന വരത്താൻ നിറഞ്ഞില്ലെങ്കിലും, കുറഞ്ഞ പക്ഷം നിന്റെ വീട്ടിൽ യേശു നിന്നെ സന്ദർശിച്ചത്, നിന്റെ തലമുറയെ സന്ദർശിച്ചത്, കുഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുമ്പോൾ നീ പറയണം, മോനെ എടാ ഭാരപ്പെടാതാ, അതൊരു ദൈവിക സന്ദർശനമാണ്, നമുക്ക് പ്രാർത്ഥിക്കാമടാ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതലുണ്ടാ എന്ന് പറയാനുള്ള കൃപ നീ രാത്രി പ്രാപിക്കണം. ഹല്ലേലൂയ. മറ്റൊന്നും നീ അറിഞ്ഞില്ലെങ്കിലും ആ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ, ദൈവിക സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Praise the Lord. Praise the Lord. തലമുറയ്ക്ക് കൈമാറാൻ നിന്റെ ഉള്ളിൽ വെളിപ്പാടുകളുടെ ഒരു ദൈവിക സന്ദർശനത്തിൻ്റെ ഒരു നിയോഗമുണ്ടായിരിക്കണം. സ്തോത്രം. സന്ദർശനം കിട്ടാൻ വേണ്ടി സഭാഹോള് വേണമെന്നൊന്നുമില്ല. കൂടെ പോന്ന് 276 പേരും രക്ഷിക്കപ്പെടാത്തവന്മാരാ. കാറ്റാണേൽ ഈശാനമൂലന, കപ്പലാണെ പാറയിലിടിക്കാൻ പോകുക.
5 മിനിറ്റ് കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമാകാൻ പോകുകയാണ്. 14 ദിവസം സൂര്യേന്ദ്രന്മാരെ കാണാതിരിക്കാൻ പോകുകയാണ്. ഇതെല്ലാം ആണെങ്കിലും റേഞ്ച് പോയില്ല കേട്ടോ, കണക്ഷൻ പോയില്ല. കടലിന്റെ നടുക്ക് നിൽക്കുമ്പോൾ പറയാണ്, എൻ്റെ ഉടയവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്നവൻ ഈശാനമൂലനടിക്കുമ്പോഴും ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നെന്ന് പറയാനുള്ള ദൈവകൃപ നീ ഇന്ന് രാത്രി പ്രാപിക്കണം. ഓ, സിംഹത്തിന്റെ കുഴിക്കകത്തിട്ടപ്പോ റേഞ്ച് പോയില്ല കേട്ടോ. ഹലോ, സിംഹത്തിന്റെ കുഴി കിടക്കുമ്പോ ദാനിയേലിന്റെ റേഞ്ച് പോയില്ല. 7 മടങ്ങ് ചൂടുള്ള തീ കിടക്കുമ്പോൾ യഹൂദബാലന്മാരുടെ റേഞ്ച് പോയില്ല. നിങ്ങളെല്ലാരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഓ, പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ പൗലോസും സീലാസും കിടക്കുമ്പോ കണക്ഷൻ വിട്ടുപോയില്ല. ഒറ്റ ആരാധനയിൽ മൊത്തം കെട്ടുപടിച്ചു. ഇന്ന് രാത്രി സന്ദർശനങ്ങൾ നിന്റെ മാത്രമല്ല, പൂട്ടപ്പെട്ട് കിടക്കുന്ന പലതിന്റെയും ചങ്ങലകളെ പൊട്ടിച്ച് പലതിനെയും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അയക്കുന്നതാണെന്ന് അറിഞ്ഞ്, ഓ, രക്തത്താലെ ജയം, രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം. വചനത്തിൽ ഉറക്കട്ടെ, വെളിപ്പാടിൽ നിറയട്ടെ, ദർശനങ്ങളുടെ പുതിയ തലത്തിലേക്ക് ദൈവം ജനത്തെ നടത്തട്ടെ. ഇത് സഭയുടെ സന്ദർശന കാലമാണ് എന്നോട് പറയാൻ ദൈവാത്മാവ് പറയുന്നു. എത്ര സഹോദരങ്ങൾ, മാതാപിതാക്കൾ ഏറ്റെടുക്കും? ഇത് സഭയുടെ സന്ദർശന കാലമാണ്. ഈ സന്ദർശനം നീ തിരിച്ചറിഞ്ഞാൽ ബോവസിന്റെ പുതപ്പ് നിന്റെ മേൽ വീണതുപോലെ ഇന്ന് രാത്രി ചിലരുടെ മേൽ, ഓ, ചില അവകാശങ്ങളുടെ പുതപ്പ്, ഏലിയാവിന്റെ പുതപ്പ് ഏലിശയുടെ മേൽ വീണതുപോലെ ചില അധികാരത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി സഭയിൽ ചിലരുടെ മേൽ, ഓ, യോർദാനെ വെട്ടിമുറിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ പുതപ്പ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില പുതപ്പുകൾ വീഴട്ടെ, പുതപ്പുകൾ വീഴട്ടെ. അധികാരത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ്, ആത്മശക്തിയുടെ പുതപ്പ്. ഓ, ഇന്ന് രാത്രി യോർദാനെ വെട്ടിമുറിക്കുന്ന ഒരു അധികാരത്തിന്റെ പുതപ്പ്, ഓ, ഈ രാത്രി സഭയുടെ മേൽ ഒരു പകർച്ച പോലെ, ഒരു ഒഴുക്ക് പോലെ, യെസ്, പട്ടണമറിയുന്ന തിരുവനന്തപുരം പട്ടണമറിയുന്ന ഒരു സന്ദർശനം, യെസ്, ഏറ്റെടുത്ത് ആരാധിച്ചോ. തിരുവനന്തപുരം പട്ടണമറിയുന്ന ഒരു സന്ദർശനം, യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എഫേസ്യ ലേഖനം 1:20 പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിർത്തി. അങ്ങനെ ആ ആത്മാവ് യേശുവിൻ്റെ കല്ലറയിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചിലരുടെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്താൻ പോകുകയാണ്. ചില അപമാനിതരുടെ ഇടയിൽ നിന്ന്, ചില ആഭിചാരക്കാരുടെ ഇടയിൽ നിന്ന്, ചില അസൂയാലുക്കളുടെ ഇടയിൽ നിന്ന്, ഓ, ഇന്ന് രാത്രി ചിലതിനെ ഉയർത്താൻ പോകുക. വ്യക്തമായി ആത്മാവ് പ്രവചിച്ചിടപെടുക. ചിലതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ ഇന്ന് രാത്രി ചിലരെ ഉയർപ്പിക്കാൻ പോകുകയാ.
അന്യാരാധനക്കാരുടെ ഇടയിൽ നിന്ന്, ആഭിചാരക്കാരുടെ ഇടയിൽ നിന്ന്, മന്ത്രവാദികളുടെ ഇടയിൽ നിന്ന്, ദുരാത്മ മണ്ഡലങ്ങളുടെ ഇടയിൽ നിന്ന്, അസൂയാലുക്കളുടെ ഇടയിൽ നിന്ന്, കണ്ണുകടിയുള്ളവരുടെ ഇടയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. സഭയെ ഉയർത്താൻ പോകുകയാ. ശുശ്രൂഷകരെ ഉയർത്താൻ പോകുകയാ. ഇന്ന് രാത്രിയിൽ ചില ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് ആത്മാവ് ചിലരെ കരം പിടിച്ചുയർത്തുകയാ. ഏറ്റെടുക്കുന്നവർ കരം ചേർത്തടിച്ച് yes. Hallelujah. അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കും. ദൈവസന്നിധാനം എഴുന്നേൽക്കാം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അഭിഷക്തൻ പാട്ട് പാടുമ്പോൾ ഈ 5ഉം 10ഉം 100ഉം ഒക്കെ ഇടാതെ നല്ല 500ന്റെ നോട്ട് എടുത്ത് സ്തോത്രകാഴ്ച ഇടണം. രാത്രി ഞാൻ വിളിച്ച് ചോദിക്കുക എത്ര രൂപ സ്തോത്രകാഴ്ച കിട്ടിയെന്ന്. സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടെടുത്തു. ഞാൻ അതിനു വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ പോവാം. സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിന്നെ നോക്കി യേശു കരയുന്നു, യേശു ചിരിക്കുന്നു. നിന്നെ ചിറകിന്റെ മറവിൽ മറയ്ക്കാൻ എത്ര വട്ടം മനസ്സായിരുന്നു. നിനക്കോ മനസ്സായില്ല. ഇന്ന് രാത്രിയെങ്കിലും നീ ഒന്ന് പറ്റിച്ചേർന്നിക്കുമോ? ആ ചിറകിന്റെ മറവിലൊന്ന് മറയുമോ? തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കോളും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നല്ല കർത്താവേ, അങ്ങയുടെ ഈ സഭയ്ക്കായി, നിന്റെ അഭിഷക്തന്മാർക്കായി, അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുത്ത നിന്റെ ജനത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തൊരു ആത്മീക സന്തോഷം ഇവരുടെ മേൽ ദൈവം പകരുന്നതിനായി സ്തോത്രം. അഭിഷേകത്തിന്റെ പുതിയൊരു തലത്തിലേക്ക്, ആത്മാവിന്റെ പുതിയൊരു നിയോഗത്തിലേക്ക് ദൈവം ഈ സഭയെ നടത്തുവാൻ പോകുന്നതിനായി സ്തോത്രം. ചില പുതിയ വഴികൾ സഭയ്ക്കായി തുറക്കുന്നതിനായി സ്തോത്രം. ഈ പട്ടണത്തിൽ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവൻ ഇവിടെയും വന്നുവോ എന്ന് നാട്ടുകാർ ചോദിക്കത്തക്ക നിലയിൽ ചിലരെ ഉഴുതുമറിക്കുന്ന ഒരു അധികാരത്തിന്റെ അഭിഷേകം ഈ സഭയിൽ നിന്ന് ഒഴുകുന്നതിനായി സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറഞ്ഞതുപോലെ ഈ സഭയിൽ നിന്ന് ഒരു ഉണർവിന്റെ ഒഴുക്ക്, ഒരു അഭിഷേകത്തിന്റെ ഒഴുക്ക്, ഒരു ദർശനത്തിന്റെ ഒഴുക്ക് ഈ രാത്രി തുടങ്ങുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ.